എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കപ്പ കൊണ്ട് മിക്സർ ഉണ്ടാക്കിയാലോ? ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ സ്പൈസിയുമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം തന്നെ കപ്പ തൊലി കളഞ്ഞ് കഴുകി നമുക്കിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കപ്പ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ 2 പാത്രങ്ങളിലേക്കായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ മിക്സറിന് സേവിനും പൂന്തിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2ആയിട്ട് മാറ്റിയിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഇതേ അളവിൽ തന്നെ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2ലേക്കും നമുക്കിതിൽ പകുതി പകുതിയായിട്ട് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കായപ്പൊടി, പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം സേവിന് വേണ്ടിയിട്ടാണ് കുഴച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സേവിന് വേണ്ടി നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം കപ്പയിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം തന്നെ ഇതിന് മതിയാകും. അതുകൊണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുത്തപ്പോൾ ഇത്തിരി ഇതിൽ ഈ പാത്രത്തിൽ ബാക്കി ഉണ്ടായിരുന്നു. അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ സേവിന് വേണ്ടിയിട്ട് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാനായിട്ട് കുഴച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇത്തിരി ലൂസായിട്ടാണ്, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, കാരണം അത് നമുക്ക് അധികമായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ല കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ സേവിനും ബൂന്തിക്കുമുള്ള മാവ് റെഡിയായിട്ടുണ്ട്. മിക്സറിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നിലക്കടല എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ളതിനനുസരിച്ച് നിലക്കടല ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടാവുമ്പോഴേക്കും നമ്മുടെ മാവ് നമുക്കിതിൽ സേവനാഴിയിലൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സേവാണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ പിഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയാകുമ്പോഴേക്കും നമുക്കിനി നമ്മുടെ സേവനാഴിയിലേക്ക് അടുത്തത് ഉണ്ടാക്കാനുള്ളതും കൂടി ഒന്ന് മാവൊക്കെ റെഡിയാക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് റെഡിയാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ്. നമുക്കിതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിലെടുത്ത് നോക്കുക. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇതുപോലെ നമുക്ക് സേവ് മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കാം. സേവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കൈ വെച്ച് തന്നെ വലുതായിട്ടുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ ഒരു അരിപ്പക്കൈയിലേക്ക് നമ്മൾ ബൂന്തിയുടെ മാവ് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് വീണോളും എണ്ണയിലേക്ക്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എന്താ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മുഴുവനായിട്ടും കോരിയെടുത്ത് നമ്മുടെ സേവിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ മുഴുവനായിട്ടും ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സേവും ബൂന്തിയും രണ്ടും റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നിലക്കടല ഇതേ എണ്ണയിലേക്ക് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടുള്ള നിലക്കടല ആയതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇതൊന്ന് ആയി കിട്ടും. കടല റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതിലെ എണ്ണ ഇത്തിരി പോയിട്ട് നമുക്കിത് മിക്സറിലേക്ക് ഇടാം. അപ്പോഴേക്കും നമുക്ക് ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കറിവേപ്പില കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലയുടെ എണ്ണയൊക്കെ ഇത്തിരി പോയിട്ടുണ്ട്. അത് ഞാൻ മിക്സറിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഞാനിവിടെ ഇത്തിരി ഉള്ളിയും അതുപോലെ ഇത് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിതൊന്ന് ക്രഷ് ചെയ്ത് ഒന്ന് എടുത്ത് വെച്ചതാണ്. അതുപോലെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ഒരു 3 വറ്റൽമുളക്. ഇത് നമുക്ക് ഇനിയും ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മുടെ മിക്സറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഉള്ളി കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊന്ന് പൊട്ടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഉപ്പ് കൂടെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് തന്നെ ഈ വറവിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ മിക്സറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ മിക്സറിലേക്കൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സർ മുഴുവനായിട്ടൊന്ന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ടോ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള കപ്പ മിക്സർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനെടുത്ത എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.